കേരളത്തിലെ ഒരു പ്രത്യേകതരം പോർട്ടലിലൂടെ അകത്തേക്ക് കയറി നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ അമേരിക്കയിൽ സജ്ജമാക്കിയിട്ടുള്ള മറ്റൊരു പോർട്ടലിലൂടെ നേരെ പുറത്തേക്ക് വരുന്നു. പല ഹോളിവുഡ് സിനിമകളിലും നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാഴ്ചയാണത്. ടെലപ്പോർട്ടേഷൻ എന്ന് പറയുന്ന ഈ ഒരു സംവിധാനം യാഥാർത്ഥ്യമാണ്, അത് പോസിബിൾ ആണ് എന്നൊരു കാര്യത്തെക്കുറിച്ച് ഗവേഷകർ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെലപ്പോർട്ടേഷൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലു ഹിയർ. ഒരുപാട് ദൂരെയുള്ള സ്ഥലങ്ങളിലേക്ക് പോലും വളരെ എളുപ്പത്തിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ എത്തിച്ചേരുന്നതിന് വേണ്ടി ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ ഇന്ന് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പരീക്ഷണങ്ങളും ഗവേഷണങ്ങളൊക്കെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ കാലങ്ങളിലായിട്ടാണ് വേഗത്തിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് വേഗത കൂടിയിട്ടുള്ള വന്ദേ ഭാരത് ട്രെയിനുകളൊക്കെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനുകളൊക്കെ തന്നെ നിരത്തിൽ ഇറങ്ങാൻ പോവുകയാണ്, അവതരിപ്പിക്കപ്പെടാൻ പോവുകയാണ്. ഇതിനോടകം തന്നെ അത്തരത്തിലുള്ള ട്രെയിനുകളുടെ പണികളെല്ലാം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ മനുഷ്യ ചരിത്രത്തിൽ തന്നെ BC 3500-കളിലാണ് ആദ്യമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വീലുകൾ കണ്ടെത്തുന്നത്. പ്രധാനമായിട്ടും വിദൂര സ്ഥലങ്ങളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരുക എന്നൊരു ഉദ്ദേശത്തിന് പുറത്തൊക്കെ തന്നെയാണ് ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം പരീക്ഷണങ്ങൾ നമ്മുടെ പൂർവികർ മുതൽ ഇങ്ങോട്ട് എല്ലാവരും ഒരുപോലെ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ചരിത്രം പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ വണ്ടികൾ, ടയർ ഉപയോഗിച്ചുകൊണ്ടുള്ള, വീൽ ഉപയോഗിച്ചുകൊണ്ടുള്ള വണ്ടികൾ, കപ്പലുകൾ, വിമാനങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാടധികം കാലഘട്ടങ്ങൾക്കിപ്പുറം അല്ലെങ്കിൽ ഒരുപാട് നൂറ്റാണ്ടുകൾക്കിപ്പുറം വലിയ വേഗതയിൽ തന്നെ സഞ്ചരിക്കാൻ പ്രാപ്തമാകുന്ന ഒരുപാടധികം സംവിധാനങ്ങൾ നമ്മൾ ഇന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും വേഗതയിൽ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം എന്ന് പറയുന്നത് വിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അവിടെയും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ വിമാനങ്ങളിൽ 3-4 മണിക്കൂർ മുതൽ അങ്ങോട്ട് മുകളിലേക്ക് 5-10 മണിക്കൂറുകളൊക്കെ എടുക്കേണ്ടി വരുന്നുണ്ട് വിദൂര സ്ഥലങ്ങളിലേക്ക്, അതായത് നമ്മുടെ ഭൂമിയിലുള്ള വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് പോലും നമുക്ക് എത്തിച്ചേരാനായിട്ട്. പക്ഷേ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഏതാനും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ മണിക്കൂറുകളെടുത്ത് നമ്മൾ സഞ്ചരിക്കുന്ന അത്ര ദൂരം നമുക്ക് താണ്ടാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? പലപ്പോഴും പല ഹോളിവുഡ് സിനിമകളിലൊക്കെ തന്നെ നമ്മളിത് കാണാറുണ്ടല്ലേ. പ്രത്യേക തരത്തിലുള്ള ഒരു പോർട്ടലിലൂടെ നമ്മൾ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നീട് പുറത്തിറങ്ങുന്നത് ഒരുപാടധികം കിലോമീറ്ററുകൾ അപ്പുറത്ത് സജ്ജമാക്കി വെച്ചിട്ടുള്ള മറ്റൊരു പോർട്ടലിലൂടെ ആയിരിക്കും. വളരെ ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഇത് തന്നെയാണ് ടെലിപ്പോർട്ടേഷൻ. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ടൊരു ഫിസിക്കൽ സ്പേസ് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇങ്ങനൊരു കാര്യം സാധ്യമാകുമോ? അല്ലെങ്കിൽ മണിക്കൂറുകളെടുത്ത് നമ്മൾ സഞ്ചരിക്കുന്ന ദൂരം എങ്ങനെ വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ നമുക്ക് താണ്ടാൻ സാധിക്കും? ഇതൊക്കെ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ലേ എന്നാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, ഒരു കാലത്ത് ആളുകളെ കോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് വയറൊക്കെ കണക്ട് ചെയ്തുള്ള ടെലിഫോണുകളാണ് നമ്മൾ പ്രധാനമായിട്ട് ഉപയോഗിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നേക്ക് വരുമ്പോൾ അമേരിക്കയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് പോലും വളരെ നിഷ്പ്രയാസം നമ്മുടെ മൊബൈൽ ഫോണുകളുടെ സഹായത്തോടു കൂടി തന്നെ നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു കാലത്ത് ഇതൊക്കെ സംഭവിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും സാധിക്കില്ല എന്ന് തന്നെ ആയിരിക്കും ആ കാലങ്ങളിൽ ജീവിച്ചിട്ടുണ്ടായിരുന്ന മനുഷ്യർ പറഞ്ഞിട്ടുള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുന്നിൽ ഇന്ന് ഈ ഒരു ടെലിപ്പോർട്ടേഷൻ എന്ന് പറയുന്ന സംവിധാനം ഉള്ളത്. എങ്ങനെ ഈ ഒരു കാര്യം സാധ്യമാകും, ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ സാധ്യമാകും എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും 2 മാർഗ്ഗങ്ങൾ നമുക്കതിനു വേണ്ടി കാണാൻ സാധിക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് വേം ഹോളുകളുടെ സഹായത്തോടുകൂടെ തന്നെ ഇത്തരത്തിൽ നമുക്ക് കേരളത്തിൽ ഇരുന്നു കൊണ്ട് നിഷ്പ്രയാസം അമേരിക്കയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന നിലയിൽ ഇത്തരത്തിലുള്ള ടെലിപ്പോർട്ടേഷൻ സാധ്യമാകും എന്നുള്ളതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഫീൽഡ് ഇക്വേഷൻസ് പ്രകാരം സ്പേസ് ടൈമിലുള്ള ഷോർട്ട് കട്ടുകളെയാണ് നമ്മൾ ഈ ഒരു വേം ഹോളുകൾ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോകളൊക്കെ കാണുന്ന ആളുകളാണെങ്കിൽ വേം ഹോൾ എന്താണെന്ന കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. പല വീഡിയോകളും നമ്മളതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു സ്പേസ് ടൈമിൽ ഒരുപാടധികം പ്രകാശവർഷങ്ങൾ അകലെയുള്ള 2 പോയിന്റുകൾ തമ്മിൽ തന്നെയുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഷോർട്ട് കട്ടിനെ നമുക്ക് ഈ ഒരു വേം ഹോൾ എന്ന് വിശേഷിപ്പിക്കാം. അതിൻ്റെ ഈ ഒരു ഫോട്ടോകൾ കാണുമ്പോൾ ഏറെക്കുറെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ തീർച്ചയായിട്ടും കിട്ടുന്നുണ്ടാവും. അതായത് ഒരുപാടധികം പ്രകാശവർഷങ്ങൾ സഞ്ചരിച്ച് കഴിഞ്ഞാൽ മാത്രമേ പോയിന്റ് എയിൽ നിന്നും ബിയിലേക്ക് എത്തിച്ചേരൂ എന്നുണ്ടെങ്കിൽ ഈ ഒരു വേം ഹോളിൻ്റെ സഹായത്തോടുകൂടെ, ഈ ഒരു ഷോർട്ട് കട്ടിൻ്റെ സഹായത്തോടുകൂടെ വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ പോയിന്റ് എയിൽ നിന്നും പോയിന്റ് ബിയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നതായിരിക്കും. പക്ഷേ ഇന്നേ വരെ നമ്മൾ ഇത്തരത്തിലുള്ള വേം ഹോളുകളെ കണ്ടെത്തിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകൾ, ഇത്തരത്തിലുള്ള വേം ഹോളുകൾ ഒന്നും തന്നെ ഇല്ലേ? നമുക്ക് ചുറ്റും ഇത്തരത്തിലുള്ള വേം ഹോളുകൾ ഒരിക്കലും നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ലേ? ഈ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഇൻടു ദി യൂണിവേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ ഒരിക്കൽ സ്റ്റീഫൻ ഹോക്കിൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. വളരെ മിനുസമുള്ളൊരു പ്രതലത്തിൽ പോലും വളരെയധികം സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെയും നമുക്ക് ചുളിവുകളും ദ്വാരങ്ങളും മറ്റൊക്കെ കണ്ടെത്താൻ സാധിക്കും. പ്രപഞ്ചത്തിൻ്റെ ഒരു അടിസ്ഥാന നിയമം തന്നെയാണത്. ഇവിടെ സ്പേസ് ടൈമിൻ്റെ കാര്യത്തിലും ഇതുപോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. വളരെ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ അത് മോളിക്യൂളിനേക്കാൾ, ആറ്റങ്ങളെക്കാൾ ചെറിയ ക്വാണ്ടം ലെവലിൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ
നോക്കുന്ന അവസരത്തിൽ ഇത്തരത്തിലുള്ള ഷോർട്ട് കട്ടുകൾ, ഇത്തരത്തിലുള്ള തുരങ്കങ്ങളും മറ്റൊക്കെ തീർച്ചയായിട്ടും അവിടെയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നതായിരിക്കും. പക്ഷെ അത് മനുഷ്യർക്ക് കാണാനൊന്നും സാധിക്കാത്ത ക്വാണ്ടം ലെവലിലുള്ള 1 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ ലക്ഷം കോടി ചെറിയ സൈസിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള വേം ഹോളുകളെ, നമുക്ക് ചുറ്റുമുള്ള വേം ഹോളുകളെ കണ്ടെത്തി അതിൻ്റെ സൈസിനെ വലുതാക്കി അത് നശിച്ചു പോകാതെ നമ്മൾ കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാടധികം ദൂരത്തേക്ക് വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള വേം ഹോളുകളിലൂടെ നമുക്ക് ട്രാവൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ ഒരു ടെലിപ്പോർട്ടേഷൻ ഈ വേം ഹോളുകളിലൂടെ സാധ്യമാകുന്നതായിരിക്കും. പക്ഷേ അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഈ വളരെ ചെറിയ വേം ഹോളുകളുടെ വലുപ്പം വലുതാക്കാൻ വേണ്ടിയിട്ട് നമുക്കവിടെ ഇൻഫിനിറ്റ് എനർജി ചിലവാക്കപ്പെടേണ്ടി വരുന്നുണ്ട് എന്നൊരു കാര്യമാണ്. അതിനാലൊക്കെ തന്നെ വേം ഹോളുകളെ ടെലിപ്പോർട്ടേഷൻ ഉപയോഗിക്കുക എന്ന് പറയുന്ന കാര്യം ഇന്നും ഒരു ആശയമായിട്ടൊരു തിയറി മാത്രമായിട്ട് തുടരുകയാണ്. പക്ഷേ 2012 തന്നെ ഫിസിസ്റ്റ് ആയിട്ടുള്ള ആൻഡ്രോൺ സീലിംഗർ എന്ന് പറയുന്ന വ്യക്തി ടെനെഫെർ ദ്വീപിൽ നിന്നും 143 കിലോമീറ്റർ അപ്പുറത്തുള്ള ലാ പലാമയിലേക്ക് ഒരു ടെലിപ്പോർട്ടേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോണിനെയാണ് അദ്ദേഹം ഇത്തരത്തിൽ ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഒരിക്കലും ഈ വേം ഹോളുകളല്ല, മറിച്ച് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം ടെലിപ്പോർട്ടേഷൻ യാഥാർത്ഥ്യമാണ് എന്ന് തെളിയിച്ചിട്ടുണ്ടായിരുന്നത്, ടെലിപ്പോർട്ടേഷൻ സാധ്യമാണ് എന്ന് ലോകത്തിന് കാണിച്ചു നൽകിയിട്ടുണ്ടായിരുന്നത്. ഇനി എന്താണ് ഈ ഒരു ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് അല്ലെങ്കിൽ ടെലിപ്പോർട്ടേഷൻ ചെയ്യാൻ സാധ്യമാകുന്ന രണ്ടാമത്തെ ഒരു വഴി എന്താണെന്ന കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് നമുക്ക് നോക്കാം. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ ഇതിനെ പൂർണ്ണമായിട്ടും തള്ളിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഒരു ഭൂതത്തിൻ്റെ പണി എന്ന പേരിലൊക്കെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്. എന്തൊക്കെ തന്നെ ആയാലും ഈ ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിനെ കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ എൻറ്റാങ്കിൾഡ് ആയിട്ടുള്ള 2 പാർട്ടിക്കിളുകളെ നമ്മൾ പിരിച്ചിട്ട് ഒന്നിനെ ഒരു സ്ഥലത്തും മറ്റൊന്നിനെ ഒരുപാടധികം ദൂരെയും കൊണ്ടു ചെന്ന് വെക്കുകയാണ് എങ്കിൽ പോലും ഒന്നാമത്തെ ആ പാർട്ടിക്കിൾ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ മാറ്റങ്ങൾ നമ്മൾ വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ആ പിരിച്ച് ദൂരെ കൊണ്ട് ചെന്ന് വെച്ചിട്ടുള്ള ആ പാർട്ടിക്കിളിലും ആ മാറ്റം അതുപോലെ തന്നെ വരുന്നതായിരിക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരുപാട് ദൂരെ ഇതിനെ കൊണ്ട് എന്ന് വെച്ചിട്ടും ഈ ഒരു മാറ്റം സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്കതിനെക്കുറിച്ചുള്ള ഉത്തരങ്ങളില്ല, കൃത്യമായിട്ട് നമുക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചില്ല. എന്തായാലും ക്വാണ്ടം ലെവലിലുള്ള എന്തൊക്കെയോ തരത്തിലുള്ള സംവിധാനങ്ങൾ മൂലമാണ് ഇത്തരത്തിൽ ഈ ഒരു മാറ്റം സംഭവിക്കുന്നതെന്ന കാര്യത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് ഏതായാലും ഇതിലൂടെ തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന 2 കണികളെ പിരിച്ചെടുത്തുകൊണ്ട് ഒന്നിനെ നമ്മൾ കേരളത്തിലും അതുപോലെ ഒന്നിനെ ഒരുപാടധികം ദൂരെയുള്ള മറ്റൊരു സ്ഥലത്ത്, ഉദാഹരണത്തിന് അമേരിക്കയിലൊക്കെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ ഈ ഒരു ഒന്നാമത്തെ കണികയിൽ നമ്മളൊരു ഒബ്ജക്റ്റ് നൽകുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡാറ്റ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ആ പിരിച്ചെടുത്ത് കൊണ്ടുപോയി ദൂരെ വെച്ചിട്ടുള്ള സെക്കൻഡ് കണികയിലേക്കും എത്തിച്ചേരുന്നതായിരിക്കും. ഇവിടെ ഈ ഒരു ഒബ്ജക്റ്റുമായി ബന്ധപ്പെട്ട ഡാറ്റകളൊക്കെ നശിക്കുന്ന അവസരത്തിൽ പൂർണ്ണമായിട്ടും ഒന്നാമത്തെ ആ ഒരു കണികയിൽ നമ്മൾ വെച്ചിട്ടുള്ള ഒബ്ജക്റ്റ് നശിച്ചു പോകുന്നതായിരിക്കും, പൂർണ്ണമായിട്ടും ഇല്ലാതായി പോകുന്നതായിരിക്കും. എന്നാൽ അതേസമയം രണ്ടാമത്തെ ആ ഒരു കണികയിൽ എല്ലാവിധത്തിലുള്ള വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് എന്നൊരു കാരണം കൊണ്ട് തന്നെ രണ്ടാമത്തെ കണികയിൽ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതായത് സിംപ്ലി പറയുകയാണെങ്കിൽ നമ്മൾ ഈ സൈഫൈ സിനിമകളിൽ കാണുന്നത് പോലെ ഒരു വ്യക്തി നേരെ കയറി ചെല്ലുമ്പോൾ അയാൾ തന്നെയല്ല മറ്റൊരു ഭാഗത്തിലൂടെ പുറത്തേക്ക് വരുന്നത്. ഈ ഒരു ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിലൂടെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ടെലിപ്പോർട്ടേഷൻ യൂസ് ചെയ്യുന്നത് എങ്കിൽ ഒന്നാമത്തെ ആ ഒരു പോർട്ടലിലേക്ക് കയറിയ ഉടനെ തന്നെ ആ വ്യക്തി പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നതായിരിക്കും. എന്നാൽ അയാളുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് ഡാറ്റ, അയാൾ എങ്ങനെയാണ്, എന്താണ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള ഡാറ്റയും നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ സെക്കൻഡ് പോർട്ടലിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അവിടെ അയാളെ പുനർനിർമ്മിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഡാറ്റകളൊക്കെ വെച്ചുകൊണ്ട് അയാളെ തിരിച്ചു കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റ് വഴി നമ്മൾ ഈ ഒരു ടെലിപ്പോർട്ടേഷൻ നടത്തുന്ന അവസരത്തിൽ അവിടെ കാര്യങ്ങളൊക്കെ തന്നെ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും കുറച്ചധികം അല്ലെങ്കിൽ കുറച്ച് വലിയ രീതിയിൽ തന്നെ കോംപ്ലിക്കേഷൻസ് നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എന്ന കാര്യത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ധാരണ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ ലഭിച്ചു കാണും. അപ്പോൾ ഈ ഒരു കാര്യം പോസിബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോസിബിളാണ്. ഗവേഷകർ അത്തരത്തിലുള്ള പല പരീക്ഷണങ്ങൾ പല കാലഘട്ടങ്ങളിൽ ചെയ്തിട്ടുമുണ്ട്. 2017 ചൈനയിലെ ചില ഗവേഷകർ ശൂന്യാകാശത്തിൽ ഭൂമിയെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റിലേക്ക് ഒരു ഫോട്ടോൺ കണികയെ ഇത്തരത്തിൽ തന്നെ ടെലിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 2023 ജനുവരി മാസത്തിലും ഇതുപോലെ തന്നെ എനർജിയെ ടെലിപ്പോർട്ട് ചെയ്യാനും ഗവേഷകർക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെയും 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഒരുപാടധികം ദൂരേക്ക് ഇത്തരത്തിൽ ടെലിപ്പോർട്ട് ചെയ്യാൻ ഈ ഒരു സംവിധാനം ഉപയോഗിക്കുമ്പോൾ അവിടെ ഒരു ക്വാണ്ടം എൻറ്റാങ്കിൾമെൻറ്റിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത്, കൃത്യമായിട്ട് തന്നെ അത് നിലനിൽക്കണം എന്നുള്ളതാണ്. ഇനി രണ്ടാമത്തെ വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് നിലവിൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വ്യത്യസ്ത തരത്തിലുള്ള ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളത് അല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്കിയിട്ടുള്ളതൊക്കെ തന്നെ
ഒരു കണികയെ ടെലപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഒരു കണികക്കും അപ്പുറത്തേക്ക് ഒരുപാടധികം കണികകൾ കൂടി ചേർന്ന് ഒരുപാടധികം ആറ്റങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ കാര്യത്തിലേക്ക് നോക്കുമ്പോൾ ഒന്നാമത്തെ പോർട്ടലിൽ നമ്മൾ ഈ ഒരു ഒബ്ജക്റ്റിനെ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതുമായി ബന്ധപ്പെട്ട എല്ലാ വിധത്തിലുള്ള ഡാറ്റകളും രണ്ടാമത്തെ പോർട്ടലിലേക്ക് എത്തിയിട്ടില്ല എങ്കിൽ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നതായിരിക്കും. കാരണം ഒന്നാമത്തെ പോർട്ടലിൽ ഓൾറെഡി ആ ഒരു വസ്തു നശിച്ചു പോകുന്നതാണല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ഡാറ്റകൾ സെക്കൻഡ് പോർട്ടലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ അവിടെ നിന്നും ആ ഒരു ഒബ്ജക്റ്റിനെ തിരിച്ചു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പോൾ അതിൽ ആ ഒരു ഒബ്ജക്റ്റിലെ ഓരോ കണികയുടെയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ അവിടെ കൈമാറ്റം ചെയ്യപ്പെട്ടിരിക്കണം. അതിൻ്റെ സ്ഥാനം, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ പൊസിഷൻ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഈ ഒരു എൻറ്റാങ്കിൾമെൻറ്റിലൂടെ കൃത്യമായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടില്ല എങ്കിൽ രണ്ടാമത്തെ പോർട്ടലിലേക്ക് വരുന്ന അവസരത്തിൽ ആ ഒരു വസ്തുവിന് ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നതായിരിക്കും. വളരെ സിമ്പിളായിട്ട് പറയാം, മനുഷ്യൻ ഒന്നാമത്തെ പോർട്ടലിലൂടെ നേരെ കയറി ചെന്ന് അയാളുടെ കംപ്ലീറ്റ് ഡാറ്റകൾ സെക്കൻഡ് പോർട്ടലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ സെക്കൻഡ് പോർട്ടലിലൂടെ പുറത്തിറങ്ങുന്ന ആ ഒരു അവസരത്തിൽ അയാൾക്ക് ഒരു പക്ഷേ കണ്ണുണ്ടാകില്ല, അല്ലെങ്കിൽ ചെവി ഉണ്ടാകില്ല, അല്ലെങ്കിൽ കണ്ണിൻ്റെയും ചെവിയുടെയും ഒക്കെ സ്ഥാനത്തിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകും. ചിലപ്പോൾ മുഖത്തായിരിക്കും അയാളുടെ കാലുണ്ടാവുക. അങ്ങനെ തുടങ്ങി ഒരുപാടധികം വ്യത്യസ്ത തരത്തിലുള്ള മാറ്റങ്ങൾ അവിടെ സംഭവിക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഒരുപാടധികം കിലോമീറ്ററുകൾക്ക് അപ്പുറത്തേക്ക് മനുഷ്യരെ പോലും ഇത്തരത്തിൽ നമുക്ക് ടെലപ്പോർട്ട് ചെയ്യാൻ സാധ്യമാകുന്നതായിരിക്കും. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഒരു ലേണിംഗ് ഫേസിലാണ്. അതിനാലൊക്കെ തന്നെ ഈ ഒരു ക്വാണ്ടം ഫിസിക്സിൽ ഒരു പാർട്ടിക്കിളിൻ്റെ സ്ഥാനവും അതുപോലെ തന്നെ ചലനവും ഒരുപോലെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ നമുക്കിന്ന് സാധ്യമല്ല. ഏതെങ്കിലും ഒന്ന് മാത്രമേ നമുക്കിന്ന് കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിനപ്പുറത്തേക്ക് ടെക്നോളജി വികസിച്ച് വരുമ്പോൾ ഈ ഒരു മേഖലയിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റങ്ങൾ വരുമെന്നും ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ ടെക്നോളജികൾ നമ്മുടെ ലോകത്ത് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് യാതൊരുവിധ സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ക്വാണ്ടം എൻറ്റാങ്കിൾമെൻ്റ് ഒക്കെ നിലവിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു മാധ്യമത്തിൻ്റെ ആവശ്യമില്ലാതെ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതായത് ഒരു ക്വാണ്ടം ഇൻ്റർനെറ്റ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സംവിധാനത്തിലൂടെ നമുക്ക് ഇലക്ട്രിസിറ്റിയെ അതുപോലെ തന്നെ എനർജിയെ ഒക്കെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ സാധ്യമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ മനുഷ്യരെ ടെലപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇങ്ങനെ തുടങ്ങിയിട്ട് ലോകത്തെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന നിലയിൽ, അല്ലെങ്കിൽ മനുഷ്യരാശിയുടെ ട്രാൻസ്പോർട്ടേഷൻ സംവിധാനങ്ങളെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കുന്ന നിലയിലേക്ക് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അപ്പോൾ എന്തായാലും നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ആണ്. വീഡിയോ തീർച്ചയായും നിങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ടെലപ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ഒരുപാടധികം കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ഈ ഒരു മേഖലയിൽ ഒരുപാടധികം ഗവേഷണങ്ങൾ, നിരീക്ഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ കണികകളും മറ്റുമൊക്കെ ഒരുപാട് ദൂരങ്ങളിലേക്ക് ഗവേഷകർ ടെലപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനാലൊക്കെ തന്നെ വൈകാതെ ഇത്തരത്തിലുള്ള ടെലപ്പോർട്ടേഷൻ സംവിധാനങ്ങൾ, മനുഷ്യരെ പോലും ടെലപ്പോർട്ട് ചെയ്യാൻ പാകത്തിനുള്ള പോർട്ടലുകൾ ഭൂമിയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. അതൊക്കെ തന്നെ ഭാവിയിൽ നമ്മുടെ ലോകത്ത് യാഥാർത്ഥ്യമാകുന്നതായിരിക്കും. ഒരുപക്ഷെ നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ അതൊക്കെ വരും. അതല്ല എങ്കിൽ ഒരുപക്ഷെ നമ്മളൊക്കെ മരിച്ചുപോയി മണ്ണടിഞ്ഞ് ചിലപ്പോൾ 100,000 വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും അതൊക്കെ വരാം. അപ്പോൾ എന്തായാലും വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴ്ന്ന് രേഖപ്പെടുത്താം. അപ്പോൾ ഞാൻ ഈ 2 മാർഗ്ഗങ്ങൾ പറഞ്ഞു. അതിൽ ഏതിലൂടെ ആയിരിക്കും ടെലിപ്പോർട്ടേഷൻ സാധ്യമാകാൻ കൂടുതൽ സാധ്യതകളുള്ളത് എന്നതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താങ്കൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ ഒരു ടെലിപ്പോർട്ടേഷൻ സംവിധാനമൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് എങ്ങോട്ടേക്ക് വളരെ ചുരുങ്ങിയ സമയങ്ങൾക്കുള്ളിൽ പോകാനും അവിടെ കണ്ട് തിരിച്ചു വരാനുമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ആ ഒരു സ്ഥലത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ തീർച്ചയായിട്ടും താങ്കൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.